എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരി പോലെ കൊപ്പക്കായ എരിശ്ശേരിയാണ്, പപ്പായ എരിശ്ശേരി. അപ്പോൾ ഈ ചാനലിലെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസും നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. ഇവിടെ ഞാൻ സോക്ക് ചെയ്ത് വെച്ച പയറല്ല ഉപയോഗിച്ചിരിക്കുന്നത്. സോക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ സോക്ക് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. പയർ 3/4 ഗ്ലാസും പപ്പായ അല്ലെങ്കിൽ കൊപ്പക്ക 1/4 കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങ 3/4 കപ്പും പിന്നെ 1/2 കപ്പ് ഫ്രൈ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിക്കോളൂ. പിന്നെ നമ്മൾ വൻപയർ 3/4 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം കഴുകിയെടുക്കണം. കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരെ വേവിക്കാം. നമ്മൾ കുതിർത്ത് വയ്ക്കാത്ത പയറായതുകൊണ്ടാണ് 5 വിസിൽ വരെ വേവിക്കുന്നത്. കുതിർത്ത് വെച്ച പയറാണെങ്കിൽ 4 വിസിൽ വരെ വേവിച്ചാലും മതിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ തുറന്നു നോക്കാം. അത്യാവശ്യം പയർ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് പപ്പായയുടെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരെ ഒരു പ്രാവശ്യം കൂടി വേവിക്കാം. ഇനി വേറൊരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കടുക് പൊട്ടി വരുമ്പോൾ 2 മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇനി നമ്മൾ 1/2 കപ്പ് തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ലോണം ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം ബ്രൗൺ ആയിട്ട് വരുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിം ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് കരിയാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ സ്റ്റേജൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാറി നിൽക്കാണ്ടിരിക്കാൻ നല്ലത്. ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി 1 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും കൂടി അരച്ചെടുക്കാം. റഫായിട്ട് അരച്ചെടുത്താൽ മതി, അല്ലാണ്ട് ഒരുപാട് പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മുടെ പപ്പായയും പയറും കൂടി വെന്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ചൊന്ന് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പ് തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സെമി തിക്ക് ഗ്രേവിയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഫ്രൈ ചെയ്ത തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ പപ്പായ വെച്ച് അല്ലെങ്കിൽ കൊപ്പക്കായ വെച്ച് എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അധികം മധുരമൊന്നും വരില്ല. കാരണം ഞാൻ അത്ര പഴുത്ത പപ്പായ ഒന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മത്തങ്ങ ഇടുമ്പോൾ കുറച്ചൊരു മധുരം വരില്ല. അത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയത്. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രഷ് പപ്പായ ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ പിന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അത്യാവശ്യം ഇത് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് നേരം ഈ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അടിപൊളി
കൊപ്പക്കായ എരിശ്ശേരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി ആൻഡ് താങ്ക് യു. അയ്യോ, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് മറക്കരുത്, സബ്സ്ക്രിപ്ഷനും മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസും നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഒരുപാട് നന്ദി ആൻഡ് താങ്ക് യു.